രാവിലെ ഒട്ടും സമയമില്ലാത്തവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ആ റവ എടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റിലേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ റവ ഇപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് അല്പം സോഡാപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് അരയ്ക്കുവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ ബാറ്റർ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് നമുക്കിത് ഈ രീതിയിൽ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടതാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമുക്ക് ചൂടോടെ ദോശ ചുട്ടെടുക്കാം. ഇതുപോലെ ഒരു പാൻ ചൂടാക്കിയിട്ട് അല്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം 2 തവി ഇതേപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. ഈ കോരി ഒഴിച്ച മാവിൻ്റെ പുറത്ത് ചെറിയ ചെറിയ ബബിൾസൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ ഇതേപോലെ എണ്ണ ഇങ്ങനെ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത ഈ ദോശ നമുക്ക് ചെറു തീയിലിട്ട് നന്നായിട്ടിത് വേവിച്ചെടുക്കണം. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചപ്പാത്തിയൊക്കെ പൊങ്ങുന്നത് പോലെ നമ്മുടെ ഈ ദോശ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ഈ ഒരു ദോശയിലൂടെ കഴിക്കാനായിട്ട് നമുക്ക് ചമ്മന്തി കറിയോ അല്ലെങ്കിൽ മറ്റ് കറികളൊന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വെറുതെ കഴിക്കാനാണ് രസം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.